നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ കൊടും ചൂടാണ് അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ 9 ജില്ലകളിൽ ഹൈ അലർട്ടാണ്, യെല്ലോ അലർട്ടാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതിൽ കൊല്ലത്താകട്ടെ 38 ഡിഗ്രി വരെ കൊടും ചൂട് എത്തിച്ചേരാമെന്നുള്ള ഒരു ഭീകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് താപനില ഉയരുന്ന ഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. മാർച്ച് 14 മുതൽ 18 വരെയാണ് പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നത്. 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ സാഹചര്യങ്ങളിൽ താപനില ഉയരാൻ കഴിയുന്നതെന്നും പറയുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളത്. സാധാരണ നിലയിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. മുന്നറിയിപ്പുള്ള ജില്ലകളിൽ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള ഒരു കാലാവസ്ഥയ്ക്കായിരിക്കും സാധ്യതയുള്ളത്. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകമായി പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. അതിനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പകൽ സമയത്ത് 11 മുതൽ 3 മണി വരെ നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുന്നത് തുടരുക. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കണം. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയിടങ്ങളിൽ തീപിടുത്തമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ളൊരു സാധ്യതയും ഉയർന്ന് കാണുന്നുണ്ട്. അതിനോടും കൃത്യമായി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.